ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കോഫി വെച്ചിട്ടുള്ള ലെയേർഡ് പുഡിംഗ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ ഈസിയുമായ ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ലെയേർഡ് കോഫി പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളെ ലെയേർഡ് കോഫി പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഇങ്ങനത്തെ ജലാറ്റിൻ എൻ്റെ കയ്യിലുള്ള ഈ സാഷേ ആയിട്ടുള്ളത് കേട്ടോ. ഇതൊരു 10 ഗ്രാം ഉണ്ട്. അതായത് ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2.5 ടീസ്പൂണോളം ഉണ്ടാവും ഇത് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇത് കുതിർക്കാനായിട്ട് വെക്കാനാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇളക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2.5 കപ്പ് വെള്ളം, മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം 2.5 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മളപ്പോൾ വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ പഞ്ചസാരയൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോഫി പൗഡർ 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. അതായത് ഇൻസ്റ്റൻറ്റ് കോഫി വേണം ഇടാനായിട്ട് കേട്ടോ. മറ്റേ കോഫി പൗഡർ ഉപയോഗിക്കരുത്. ഇൻസ്റ്റൻറ്റ് കോഫി 2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മധുരം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. അപ്പം മധുരം എപ്പോഴും ഒന്ന് മുന്നിട്ട് നിന്നാലേ നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കറക്റ്റ് മധുരം ഉണ്ടാവുള്ളൂ. തണുത്ത സാധനങ്ങൾ എപ്പോഴും മധുരം കൂടുതൽ ഉപയോഗിച്ചാലേ നമുക്കത് കഴിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മധുരം. അപ്പം നമ്മളുടെ മധുരമൊക്കെ കറക്റ്റാണ്. അപ്പം ഞാൻ ഇനിയിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ജലാറ്റിൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ ഇതിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സ് അവിടെ ഇരിക്കട്ടെ, അതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു സാഷേ തന്നെ, അതായത് 10 ഗ്രാം ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ പോലെ തന്നെ വീണ്ടും കുതിർക്കാൻ വെക്കാം. അപ്പോൾ ആ 10 ഗ്രാം എടുത്തത് എനിക്കിത് പോരാ നമുക്ക്, കാരണം നമ്മളിനിയിപ്പോൾ മിൽക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി കട്ടിയുള്ളതല്ലേ. അപ്പോൾ ഒരു സാഷയുടെ പകുതിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒരു 15 ഗ്രാമോളം ജലാറ്റിൻ എടുക്കാം കേട്ടോ. 15 ഗ്രാം എടുത്തിട്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച്, അപ്പോൾ നിങ്ങളിപ്പം ഒരു 3.5 ടീസ്പൂണോളം ജലാറ്റിൻ എടുക്കേണ്ടി വരും ഇതിന് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് മധുരം നോക്കിയതിന് ശേഷം പിന്നീട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതല്ല, കണ്ടൻസ് മിൽക്ക് നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ ഒരു മിനിമം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ചേർക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഇത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളപ്പം നേരത്തെ ഉണ്ടാക്കിയ ആ കോഫി ഡിക്കോഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ സെറ്റ് ഞാൻ ഇവിടെ ഒരു പുഡിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ലെയറായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ 2 സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്കും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സെർവിങ് ബൗളിൽ മാത്രമാണ് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ സെപ്പറേറ്റ് ആണ് സെറ്റ് ചെയ്തത്. അപ്പോൾ 2 രീതിയിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ പാലിവിടെ ഇപ്പം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മധുരം ഒരല്പം കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പം ഞാൻ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ.
ഞാൻ ദേ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ലൂക്ക് വാം വാട്ടറാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 2.5 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ് നമ്മൾ ആ പാലിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് ഇത് കലക്കിയിട്ട് ഇനി നമ്മളിത് ആ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പാലിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കോഫിയുടെ മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മളിത് കോഫി പൗഡർ ഇട്ടതിന് ശേഷം ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ആ ജലാറ്റിൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ജലാറ്റിൻ അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ നമ്മൾ ആ മിൽക്കും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും എല്ലാം കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ആ കോഫിയുടെ ഡിക്കോഷനും എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ ഇപ്പം വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ആ സെർവിങ് ബൗളിലേക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ ലെയറായിട്ട് എങ്ങനെ ഒഴിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ സെർവിങ് ബൗളിൽ വെച്ച ആ കോഫിയുടെ ഇതുണ്ടല്ലോ, അപ്പോൾ കോഫിയുടെ ആ ഡിക്കോഷനിൽ അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ പാലിൻ്റെ നമ്മളാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിക്കുക. കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇളകിപ്പോരും ആ ലെയർ. ഇനി അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പുഡിംഗ് എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണിത് ഇങ്ങനെ. പിന്നെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഇനി സെർവ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിക്കാം. ഇത് നമുക്കിങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ഇതുണ്ടല്ലോ, ഇതൊരു പാത്രത്തിലേക്ക്, സെർവിങ് ബൗൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കമത്തി കൊടുക്കാം പതുക്കെ. അപ്പോൾ നമ്മളിവിടെ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പുഡിംഗ്. ഇനി നമുക്ക് ഈ സ്ക്വയർ പീസസ് ആയത് കുറേശ്ശെ ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നമ്മളുടെ പുഡിംഗ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്, എത്രമാത്രം സോഫ്റ്റാന്നുള്ളത് നോക്കൂ. കണ്ടോ, അപ്പം നമ്മളുടെ സോഫ്റ്റായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുവൂസ് കിച്ചൺ.